കുഞ്ഞനായിട്ട് ലാലേട്ടൻ അതിലൊരു ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭ്രമർ എന്ന സിനിമയ്ക്ക് വേണ്ടി സാർ തലകുത്തി നിർത്തി. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല. ഒരുപാട് കഷ്ടതകളിലൂടെ ലാലേട്ടനെ കടത്തിവിട്ട ഒരു ഡയറക്ടർ കൂടിയാണ് ബ്ലെസ്സി സാർ എന്ന് പറയുന്നത്. ഇത് രണ്ടും കഷ്ടപ്പാടല്ല. ഇവരനുഭവിച്ച് നോക്കുമ്പോൾ ഭക്തനായിട്ട് നിർത്തുന്ന കഷ്ടപ്പാടല്ല, തലകുത്തി നോക്കാനായിരിക്കും. പിന്നെ ഞാൻ എന്തിനു വന്ന എല്ലാരും പറഞ്ഞു ബ്ലെസ്സി സാറുമായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ഹാർഡ്ഷിപ്സ് അദ്ദേഹം നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താ 98 kgs നിന്നാണ് ഒരു 61, 62 ആ ഒരു റേഞ്ചിലേക്ക് വിത്തിൻ മന്ത്സ് ആണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വൃത്തി നടത്തിയത്. പരിശ്രമമാണ് ഒരാളെ ആരെങ്കിലും ഒക്കെ ആക്കി തീർക്കുന്നത്. അയാൾക്ക് കഴിവുണ്ടായിരുന്നു, നന്നായി പരിശ്രമിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ലാൽ സർ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത്? ബ്ലെസ്സി സർ നമ്മുടെ ലാലേട്ടനെ നജീബായിട്ട് പരിഗണിക്കാതിരുന്നത്? ബ്ലെസ്സി സർ കഷ്ടം. വലിയ കാര്യം, ആവശ്യമില്ലാത്ത നാണുണ്ട് ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നല്ലൊരു കാര്യമാണ്. ഏറ്റവും നല്ല നാളെ ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. കൊളാക്കി എന്നാ പോ.